കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ് വീണ്ടും അടുത്ത ഘട്ടത്തിലുള്ള ഒരു ചർച്ച ഈ വിഷയത്തിൽ ഇപ്പോൾ യമനിൽ സനായിൽ നടന്നിട്ടുള്ളത്. സനായിലെ ജയിലിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്നത്. ആ ചർച്ചകളിലാണ് ഇത്തരത്തിൽ വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയായി എന്നുള്ളത് ഇപ്പോൾ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞാൽ നാളെ നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കുമെന്നുള്ളതിന് അർത്ഥമില്ല. ഒരുപക്ഷെ അവർക്ക് വധശിക്ഷ ഒഴിവാക്കിയിട്ട് വീണ്ടും ജീവപര്യന്തം അല്ലെങ്കിൽ ഇത്രയും കാലത്തെ തടവ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ ശിക്ഷയുടെ കാര്യത്തിൽ പോയേക്കാം. അതുമല്ലെങ്കിൽ ജയിൽ മോചനം വേഗത്തിൽ സാധ്യമാക്കുകയും ചെയ്യാം. കാരണം ഇന്ത്യയും യമനും തമ്മിൽ നയതന്ത്ര ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ കാന്തപുരത്തിനെ പോലുള്ള ആളുകളുടെ ഇടപെടലും ചർച്ചയും അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വരാൻ സാധ്യത. മറ്റൊന്ന്, യമൻ എന്ന് പറയുന്ന ഒരു രാജ്യവും ഭരണകൂടവും ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഹൂതികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുമുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. ഇനി ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സനായ ആണെങ്കിലും അല്ലെങ്കിൽ ഈ തലാലിന്റെ കുടുംബമാണെങ്കിലും ആ പ്രദേശമാണെങ്കിലും ഒക്കെ ഗോത്ര സ്വാധീനമുള്ളതാണ്. ആ പരമ്പരാഗത വിശ്വാസമൊക്കെ ഉള്ള ആളുകൾ ധാരാളമുള്ള സ്ഥലമാണ്. ആ ഗോത്രത്തിൻ്റെത് കൂടി ഒരു അനുമതിയൊക്കെ വേണം. കാരണം ഈ കുടുംബത്തിന് നാളെ മുതലും അവിടെ ജീവിക്കണം. ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലും ആ ഗോത്രമോ അവിടെയുള്ള ഈ പറയുന്നത് പോലെ പരമ്പരാഗത വിശ്വാസമുള്ളവരൊക്കെ അംഗീകരിക്കില്ല. അപ്പോൾ അവരെയൊക്കെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനു വീണ്ടും സമയമെടുക്കും. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നയതന്ത്ര ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഇനി കേന്ദ്രത്തെ അറിയിക്കാനും സമയമെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനമായി എന്നിപ്പോൾ പറയുമ്പോഴും അത് എന്ന് എപ്പോൾ എങ്ങനെ യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം നമ്മുടെ എംബസിയോ അല്ലെങ്കിൽ കോൺസുലേറ്റോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിലൊരു കൃത്യതയും വ്യക്തതയും നമുക്ക് ലഭിക്കുമായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെ നിന്നും വരുന്ന സൗഹൃദം ഇപ്പോൾ കാന്തപുരത്തിൻ്റെതാണെങ്കിൽ തന്നെ ഈ നയതന്ത്ര ബന്ധത്തിനേക്കാൾ മനുഷ്യബന്ധവും സൗഹൃദവും ഒക്കെ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇനി ആ ഒരു ചാനൽ വഴി തന്നെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരാനുള്ള ഒരു സാധ്യത. അതോടൊപ്പം തന്നെ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇപ്പോൾ സൗദിയിലുള്ള റിയാദിലുള്ള ഇന്ത്യൻ എംബസിയെ വിവരം അറിയിക്കുകയും ഇന്ത്യൻ എംബസിയിൽ നിന്ന് അത് വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്യും. അതിനേതായാലും സമയമെടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വധശിക്ഷ ഒഴിവാകുന്നു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. കാരണം 2018 മുതൽ ജയിലിൽ കഴിയുന്നു. 2017 ഈ കൊലപാതകം നടക്കുന്നത്, മരണം നടക്കുന്നത്, സ്വദേശി പൗരന്റെ യമൻ പൗരന്റെ മരണം നടക്കുന്നത്. 2018 നിമിഷപ്രിയ അറസ്റ്റിലാകുകയും 2017 തന്നെ അവസാനം അറസ്റ്റിലാവുകയും 2018 വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2018 വധശിക്ഷ വിധിച്ച അന്നു മുതൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് ആ വധശിക്ഷ ഒഴിവാകുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ്. വധശിക്ഷ റദ്ദാക്കി എന്നുള്ള തീരുമാനം കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുമ്പോഴും ഔദ്യോഗികമായി ഒരു വിവരം ലഭിക്കാത്തത് തന്നെയാണ് ഇപ്പോഴും ആശങ്കയായി നമുക്ക് നിൽക്കുന്നത്. പക്ഷെ അതിന് അതിന്റേതായ കാലതാമസങ്ങൾ ഉണ്ടാകും. ഔദ്യോഗികമായി സ്ഥിരീകരണം കേന്ദ്രത്തിലേക്ക് എത്താനും കേന്ദ്രം അത് അറിയിക്കാനുമൊക്കെയുള്ള ഒരു സ്വാഭാവിക കാലതാമസമായിരിക്കും ഉണ്ടാവുക.